കുട്ടികളെ, സോഷ്യോളജി എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ? വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ വൺ വേഡ് ചോദ്യത്തിൽ കുറച്ച് 1-2 ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അധികം പ്രയാസങ്ങളൊന്നുമില്ല. താരതമ്യേന എളുപ്പമല്ല, പഠിച്ചവർക്ക് A+ നേടാവുന്ന ഒരു എക്സാമായിരുന്നു ഇന്നത്തേത്. SC ആണെങ്കിൽ അങ്ങനെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മോഡൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ ഗ്രൂപ്പും, ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ ചേഞ്ച്, മേജർ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്, ഇതൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരേ സ്ഥലത്ത് ഒരേ സമയം കൂടിച്ചേരുന്ന ആളുകളുടെ കൂട്ടത്തെ എന്താണ് പേര് വിളിക്കുക? ദി കളക്ഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ദ സെയിം പ്ലേസ് അറ്റ് ദ സെയിം ടൈം ആർ നോൺ ആസ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സഞ്ചയം. അപ്പോൾ സഞ്ചയമാണ് ഒന്നാമത്തിൻ്റെ ആൻസർ. ദി ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് കോയിൻഡ് ബൈ, സാമൂഹിക ഭാവന എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് C.W. മിൽസാണ്, C. റൈറ്റ് മിൽസാണ്. മൂന്നാമത്തെ ചോദ്യം, ദി ഫാമിലി ഓഫ് ബർത്ത് ഈസ് കോൾഡ്, ജനിച്ച കുടുംബത്തെ ഏത് പേരാണ് വിളിക്കുക? ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ, ദിശാ കുടുംബം എന്നാണ് വിളിക്കുക. ഒന്നാമത്തിൻ്റെ ഉത്തരം സഞ്ചയം, രണ്ടാമത്തത് C.W. മിൽസ്, മൂന്നാമത്തത് ദിശാ കുടുംബം, ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ. 4, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഈസ് ഓഫൺ കോൾഡ്, പങ്കാളിയുടെ നിരീക്ഷണത്തെ പലപ്പോഴും ഏത് പേരാണ് വിളിക്കുക? ഫീൽഡ് വർക്ക്. നമുക്കറിയാം ഫീൽഡ് വർക്കിൻ്റെ മറ്റൊരു പേരാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഫീൽഡ് വർക്കിൻ്റെ മറ്റൊരു പേരാണ്. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പേര് എന്താണ്? സംഘട്ടനമാണ്, കോൺഫ്ലിക്റ്റാണ് ആൻസർ. സംഘട്ടനം അല്ലെങ്കിൽ സംഘർഷം. ആറാമത്തെ ചോദ്യം, കോപ്പറേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2, എൻഫോഴ്സ്ഡ് കോപ്പറേഷൻ ആൻഡ് വോളണ്ടറി കോപ്പറേഷൻ. ആൻസർ ഏതാണ്? വോളണ്ടറി കോപ്പറേഷൻ, സ്വമേധയാലുള്ള സഹകരണം. നിർബന്ധിത സഹകരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതാം, സ്വമേധയാലുള്ള സഹകരണം. ഓക്കെ, സഹകരണത്തെക്കുറിച്ച് എമിൽ തുർക്കേമിൻ്റെ കാഴ്ചപ്പാടാണ് സോഷ്യൽ സോളിഡാരിറ്റി. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോഷ്യൽ സോളിഡാരിറ്റി 2 തരമുണ്ട്, മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി. 7ാമത്തെ ചോദ്യം, മുമ്പ് താഴ്ന്ന ക്ലാസ് അയൽപ്പക്കത്തെ ഇടത്തരം ഉയർന്ന ക്ലാസ് എന്നിങ്ങനെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ. മുമ്പ് ഇവരൊക്കെ താഴ്ന്ന ക്ലാസ്സുകളായിരുന്നു, പിന്നീട് ഉയർന്ന ക്ലാസ്സായി മാറി ഇല്ലേ? ഇതിനെ ഏത് പേരാണ് വിളിക്കുക? മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സൊക്കെ ആയി മാറി, ഇതിന് ഏത് പേരാണ് വിളിക്കുക എന്നുള്ളതാണ്. ജെൻട്രിഫിക്കേഷനാണ് ആൻസർ, കുലീനവൽക്കരണം. ജെൻട്രിഫിക്കേഷനാണ് താഴ്ന്ന വിഭാഗം ആളുകൾ മധ്യനിലയിലോ ഉന്നത ക്ലാസ്സിലോ ഉയർന്ന ക്ലാസ്സിലോ ആകുന്നതിനെയാണ് കുലീനവൽക്കരണം അല്ലെങ്കിൽ ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, മനുഷ്യർ ഒരു ഘടകമായിരിക്കുന്ന ഭൗതികവും ജൈവികവുമായ സംവിധാനങ്ങളുടെയും പ്രക്രിയകളുടെയും ശൃംഖല. അതായത് ദി വെബ് ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ സിസ്റ്റം ആൻഡ് പ്രോസസ് ഓഫ് വിച്ച് ഹ്യൂമൻസ് ആർ ഓൺ എലമെൻറ്റ് ഈസ് നോൺ ആസ്. ഇക്കോളജിയാണ് ആൻസർ, അല്ലെങ്കിൽ പരിസ്ഥിതിയാണ് ഇതിൻ്റെ ആൻസർ. ഇക്കോളജി, പരിസ്ഥിതിയാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത്, ശരത് ചന്ദ്ര റോയ് ഫൗണ്ടഡ് ദി ജേണൽ. ശരത് ചന്ദ്ര റോയ് എന്നുള്ള സോഷ്യോളജിസ്റ്റ്, അദ്ദേഹം ഒരു ജേണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1922. ആ ജേണലിൻ്റെ പേരാണ് മാൻ ഇൻ ഇന്ത്യ. മാൻ ഇൻ ഇന്ത്യയാണ് ആൻസർ. ഓക്കെ, ശരത് ചന്ദ്ര റോയിയുടെ ജേണലിൻ്റെ പേര് മാൻ ഇൻ ഇന്ത്യ. വിദ്യാർത്ഥികളെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വർഷവും സോഷ്യോളജിയുടെ ക്ലാസ് നമുക്ക് എടുക്കണം, അതുകൊണ്ട് കൂടെ. ഓക്കെ, നോക്കാം. 10ാമത്തെ ചോദ്യം എന്താണ്? D.P. മുഖർജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മാറ്റത്തിൻ്റെ 3 തത്വങ്ങൾ. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ചേഞ്ച് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ.
അപ്പോൾ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മാറ്റത്തിൻ്റെ 3 തത്വങ്ങളാണ് ശ്രുതി, സ്മൃതി, അനുഭവ. ശ്രുതി, സ്മൃതി, അനുഭവ. ഏതൊക്കെയാണ്? ശ്രുതി, സ്മൃതി, അനുഭവ. നിങ്ങൾക്ക് 10 മാർക്കിൽ എത്രണ്ണം നിങ്ങളത് ശരിയായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി 2 മാർക്കിൻ്റെ ചോദ്യമാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗേറ്റഡ് കമ്മ്യൂണിറ്റി. ബന്ധിത സമുദായത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ബന്ധിത സമുദായം എന്താണെന്ന് എഴുതിയാൽ ഇതിന് മാർക്ക് കിട്ടും. സമ്പന്നമായ അയൽപ്പക്കങ്ങൾ, മതിലുകൾ, ഗേറ്റുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും സറൗണ്ടിങ്സിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കുന്നതിനെയാണ് ബന്ധിത സമുദായം എന്ന് പറയുക. അപ്പോൾ ഇവർക്ക് സ്വന്തമായ ജലവിതരണം ഉണ്ടാകും, വൈദ്യുതി ഉണ്ടാകും, സുരക്ഷാ സംവിധാനമൊക്കെ ഉണ്ടായിരിക്കും. ഉദാഹരണം നഗരത്തിലെ ഫ്ലാറ്റ്, വില്ല. അങ്ങോട്ട് കടക്കാനോ അവിടുന്ന് ഇങ്ങോട്ട് കടക്കാനോ അതിന് ശക്തമായിട്ടുള്ള സുരക്ഷയുണ്ടാകും, നിയന്ത്രിതമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ചുറ്റുപാടും കവാടങ്ങളുണ്ടാവും, മതിലുകളുണ്ടാവും. ഇതിനെയാണ് ബന്ധിത സമുദായം എന്ന് പറയുന്നത്. ഓക്കെ. 12ാമത്തെ ചോദ്യം, അഡ്വാൻറ്റേജസ് ഓഫ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്. വിശിഷ്ടാവകാശമുള്ള അല്ലെങ്കിൽ മുൻഗണന വിഭാഗങ്ങളുടെ ഏതെങ്കിലും 2 തരത്തിലുള്ള നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ എഴുതാനാണ്. 3 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുക. ഒന്ന് ലൈഫ് ചാൻസസ്, 2 എഴുതിയാൽ മതി. ലൈഫ് ചാൻസസ്, ജീവിതാവസരങ്ങൾ. സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക പദവി. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം. ലൈഫ് ചാൻസസ്, സോഷ്യൽ സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഇതാണ് ആൻസർ. ജീവിതാവസരങ്ങൾ, സാമൂഹ്യ പദവി, രാഷ്ട്രീയ സ്വാധീനം. അടുത്ത ചോദ്യം, എത്നോസെൻട്രിസം ആൻഡ് കോസ്മോപൊളിറ്റനിസം. വംശീയ കേന്ദ്രീകൃതയും സാർവജനീനതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ്. നമുക്കറിയാം, എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സ്വന്തം സംസ്കാരമാണ് മറ്റുള്ള സംസ്കാരത്തേക്കാൾ മികച്ചത് എന്നുള്ള കാഴ്ചപ്പാടാണ് എത്നോസെൻട്രിസം, വംശീയ കേന്ദ്രോത്മുകത. അല്ലെങ്കിൽ മറ്റു സംസ്കാരങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് വിലയിരുത്തുക. ഇതിനാണ് വംശീയ കേന്ദ്രോത്മുകത എന്ന് പറയുന്നത്. ഉദാഹരണം മക്കാള മിൻസ്, ഹിറ്റ്ലറിൻ്റെ കാഴ്ചപ്പാട്, ആര്യനിസം, ഇതൊക്കെ ഉദാഹരണമാണ്. സാർവജനീനത എന്ന് പറഞ്ഞാൽ കേന്ദ്രോത്മുകതയുടെ അല്ലെങ്കിൽ വംശീയ കേന്ദ്രോത്മുകതയുടെ അല്ലെങ്കിൽ എത്നോസെൻട്രിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാർവജനീനത. സാർവജനീനത മറ്റു എല്ലാ സംസ്കാരങ്ങളെയും വില കൽപ്പിക്കുന്നു. മറ്റുള്ള മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ ഇവയൊന്നും സ്വന്തം സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നില്ല. എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളിക്കുന്നു, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവണതകളെ ആദരിക്കുന്നു. അപ്പോൾ ഉദാഹരണം ഇംഗ്ലീഷ് ഭാഷ, അപ്പോൾ അവർ മറ്റുള്ള സംസ്കാരത്തെ പോലും ആദരിക്കുന്നു. ഓക്കെ. അടുത്ത ചോദ്യമാണ് റിലീജിയൻ, മതത്തിൻ്റെ പ്രത്യേകതകൾ. മതത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ. ഇതിൽ കുറേ കാര്യങ്ങൾ എഴുതാം. ഒന്ന് എഴുതാം, ആദരവും ഭയഭക്തിയും വികാരവും ഉണർത്തുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ, അതേപോലെ വിശ്വാസികളുടെ ഒരു സമുദായം. പിന്നെയോ എല്ലാ മതവിഭാഗങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്, വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചാൽ മന്ത്രങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അടുത്ത ചോദ്യം എന്താണ്? സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള 2 ഭൗതിക പ്രശ്നങ്ങൾ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ക്യാപിറ്റലിസം. വ്യാവസായികവൽക്കരണവും അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവവും മുതലാളിത്തവുമാണ് സോഷ്യോളജിയുടെ നിർമ്മിതിക്ക് സഹായകമായിട്ടുള്ള ഭൗതിക പ്രശ്നങ്ങൾ, മെറ്റീരിയൽ ഇഷ്യൂസ്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ക്യാപിറ്റലിസം. അടുത്ത ചോദ്യമാണ് ഡിഫറൻസ് ടൈപ്സ് ഓഫ് ഫാമിലി. കുടുംബത്തിൻ്റെ രൂപങ്ങൾ. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, പട്ടികപ്പെടുത്താനേ ഉള്ളൂ. ഒന്ന്, ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ. കുടുംബത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, അണുകുടുംബം, കൂട്ടുകുടുംബം. മറ്റൊന്ന് ഓൺ ദി ബേസ് ഓഫ് റെസിഡൻസ്. താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. മാട്രി ലോക്കൽ, പാട്രി ലോക്കൽ, മാതൃസ്ഥാനീയം, പിതൃസ്ഥാനീയം. ഇനി ഓൺ ദി ബേസ് ഓഫ് അതോറിറ്റി. അധികാരത്തെ അടിസ്ഥാനമായി കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. മാട്രിയാർക്കൽ, പാട്രിയാർക്കൽ, മാതൃമേധാവിത്വം, പിതൃമേധാവിത്വം. ഇനി ഹെറിഡിറ്റി, പാരമ്പര്യം, ലീനേജ്, വംശപരമ്പര. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 2ആയി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? മാട്രിലീനിയൽ, പാട്രിലീനിയൽ. മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചേരുംപടി നോക്കാം. അഗസ്റ്റ് കോംറ്റെ, അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇവിടെ
ഇദ്ദേഹം ഫൗണ്ടർ ഓഫ് സോഷ്യോളജിയാണ്, സോഷ്യോളജിയുടെ സ്ഥാപകനാണ്. ഓക്കെ. സ്റ്റാറ്റസ്, പദവിയുമായി ബന്ധപ്പെട്ടത് എന്താണ്? സോഷ്യൽ പൊസിഷനാണ്, സമൂഹത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ സാമൂഹിക നിലയാണ്. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, സമൂഹത്തിലെ തൊഴിൽ വിഭജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എമിൽ ഡുർക്കെയിം അല്ലെങ്കിൽ എമിൽ ഡർക്കെയുമായി ബന്ധപ്പെട്ടതാണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, സമൂഹത്തിലെ തൊഴിൽ വിഭജനം. അടുത്തതെന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ സംഗീതത്തിനൊരു ആമുഖം. ഇത് ആരുടെ കൃതിയാണ്? ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ സംഗീതത്തിൻ്റെ ആമുഖം ഡി പി മുഖർജി. പിന്നെയോ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദി കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ കൂർഗുകൾക്കിടയിലെ മതവും സമൂഹവും. ഇതൊരു ഗ്രന്ഥമാണ്, എം.എൻ. ശ്രീനിവാസൻ്റെ ഗ്രന്ഥമാണ്. ഓക്കെ. റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദി കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ദി റിമെമ്പേർഡ് വില്ലേജ്. ഓക്കെ. അപ്പോൾ അഗസ്റ്റ് കോംറ്റെ സോഷ്യോളജിയുടെ പിതാവാണ്. സ്റ്റാറ്റസ്, സോഷ്യൽ പൊസിഷൻ, ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി, സമൂഹത്തിലെ തൊഴിൽ വിഭജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എമിൽ ഡുർക്കെയും. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ സംഗീതത്തിലേക്കുള്ള ആമുഖം ഡി പി മുഖർജി. പിന്നെയോ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദി കൂർഗ് ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ കൂർഗുകൾക്കിടയിലെ മതവും സമൂഹവും. ആരുടെ ഗ്രന്ഥം? എം.എൻ. ശ്രീനിവാസിൻ്റെ ഗ്രന്ഥം. അപ്പോൾ നിങ്ങൾ പരീക്ഷയെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്? 1 വേർഡ് ഫുൾ ശരിയായോ? പിന്നെ എത്ര മാർക്ക് കിട്ടും? എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.